പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് ഭൂമിയിലുള്ള ആളുകളോടാണ്. അപ്പോൾ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യന് ജീവിതകാലത്ത് ഒരൊറ്റ നക്ഷത്രത്തെ പോലും നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുന്നൊരു യാഥാർത്ഥ്യം. ഒരിക്കലും നമ്മുടെ ജീവിതകാലത്ത് ഒരൊറ്റ നക്ഷത്രത്തെയും നമ്മൾ കാണുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് ഏറ്റവും അരികെയുള്ള സൂര്യനെ പോലും അതേ സൂര്യനെ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ സൂര്യനെ യഥാസ്ഥാനത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത. ഭൂമിയിൽ നിന്നും 150 മില്യൺ കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. 150 മില്യൺ, അതായത് 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യനുള്ളത്. നമ്മളിപ്പോൾ ഒരാൾ മണിക്കൂറിൽ 1000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിൽ നമ്മൾ സൂര്യനെ ലക്ഷ്യമാക്കി പോവുകയാണെങ്കിൽ, സങ്കല്പിക്കുക, സാധ്യമല്ലാത്തതാണ്, പക്ഷേ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ സൂര്യനിലെത്താൻ വേണ്ട സമയം 17 വർഷമാണ്. ഓരോ മണിക്കൂറിലും 1000 കിലോമീറ്റർ വെച്ച് പോയാലും സൂര്യനിലെത്താൻ 17 വർഷം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അത്രയേറെ ദൂരെയാണ് സൂര്യനുള്ളത്. അപ്പം അവിടെ നിന്നും അത്രയും ദൂരത്ത് നിന്നും സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം കൃത്യം 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. അത്രയും സമയം പ്രകാശം സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയിലെത്തുകയുള്ളൂ. ഇപ്പം പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ള വസ്തു എന്നുള്ളത് പ്രകാശമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ള വസ്തു പ്രകാശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും വേഗതയുള്ള പ്രകാശം, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇത്രയേറെ വേഗതയുള്ള പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ വേണ്ട സമയം 8 മിനിറ്റാണ്, 8 മിനിറ്റ് 20 സെക്കൻഡും. അപ്പം ആ പ്രകാശം നമ്മൾ പ്രകാശം കൊണ്ടാണ് കാണുന്നത്, പ്രകാശമുള്ളതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ സൂര്യനെ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റ് മുമ്പ് സൂര്യനിൽ നിന്നും പുറപ്പെട്ട ഒരു പ്രകാശമാണ്. അപ്പം അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനാണ്. യഥാർത്ഥത്തിലുള്ള സൂര്യൻ ആ സ്ഥാനത്തേ ഇല്ല. ആ സ്ഥാനത്ത് നിന്നും സൂര്യൻ ഒരല്പം മാറിയിട്ടുണ്ടാകും, എത്രയോ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. കാരണം സൂര്യൻ അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റിന് മുമ്പുള്ള സൂര്യനാണ്. സൂര്യൻ ആ സ്ഥാനത്ത് നിന്ന് എത്രയോ അപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. ഒരല്പം കൂടെ നമ്മൾ മാറ്റി ചിന്തിക്കുകയാണ്. ഇപ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള മറ്റൊരു നക്ഷത്രമാണ് ആൽഫ സെഞ്ചുറി എന്നറിയപ്പെടുന്ന മറ്റൊരു നക്ഷത്രം. ആ നക്ഷത്രത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ വേണ്ട സമയം 4 വർഷമാണ്. അതായത് അവിടെ നിന്നും പ്രകാശം പുറപ്പെട്ട് ഭൂമിയിലെത്താൻ, അതായത് ഇപ്പോൾ ആ നക്ഷത്രത്തിൽ ഒരാൾ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ആ ടോർച്ചിൻ്റെ വെളിച്ചം ഭൂമിയിലെത്താൻ വേണ്ട സമയം 4 വർഷമാണ്. അത്രയേറെ ദൂരത്താണ് അത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നക്ഷത്രത്തെ അവിടെ കാണുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ നക്ഷത്രത്തെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ആ നക്ഷത്രം ആ സ്ഥാനത്തേ ഇല്ല, മറിച്ച് അത് എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ മുന്നിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. നമ്മൾ ആ നക്ഷത്രം നിന്നൊരു സ്ഥാനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരിക്കലും ജീവിതകാലത്ത് ഒരിക്കലും നമ്മൾ ആ നക്ഷത്രത്തെ അവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാരെല്ലാം തമാശയായിട്ട് പറയാറുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങൾ ആകാശത്ത് നക്ഷത്രങ്ങളുടെ പ്രേതങ്ങളെയാണ് കാണുന്നത്, ഒരിക്കലും നിങ്ങൾ നക്ഷത്രത്തെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നില്ല എന്നാണ് അവർ പറയാറുള്ളത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഈ ഒരു ആയത്ത് ഒന്നുകൂടെ നമ്മൾ വായിച്ചു നോക്കുക. ഫല ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം, തീർച്ചയായിട്ടും നക്ഷത്രങ്ങളുടെ സ്ഥാനത്ത് തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പൊസിഷനാണ്, മറിച്ച് നക്ഷത്രത്തെ അല്ല. കാരണം നമ്മൾ നിത്യജീവിതത്തിൽ ഒരിക്കൽ പോലും നക്ഷത്രത്തെ കാണുന്നില്ല. നമ്മൾ കാണുന്നത് മുഴുവനും അത് പിന്നിട്ട സ്ഥാനങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് നക്ഷത്രവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൽ കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യം, അതെല്ലാം ഈ ആയത്തുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആൻ നടത്തുന്ന വലിയൊരു പരാമർശം വബിൻ നജ്മിഹി യഹ്തദൂൻ, തീർച്ചയായിട്ടും വഴികാട്ടികളായിട്ട് നക്ഷത്രങ്ങളെ പരിശുദ്ധ ഖുർആന്റെ വ്യത്യസ്ത ഭാഗത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ വഴികാട്ടികൾ ഇപ്പം നമ്മൾ GPS ഉപയോഗിക്കാറുണ്ട് വഴി കാണിക്കാൻ വേണ്ടി. നമുക്കറിയാത്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ GPS വഴികാട്ടികളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേ രൂപത്തിലുള്ള വഴികാട്ടികളാണ് നക്ഷത്രങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നക്ഷത്രങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് വലിയ പ്രപഞ്ചത്തിലുള്ള ഒരു വലിയ അത്ഭുതപ്പെടുന്ന ഒരു പ്രതിഭാസങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നുള്ളത്. ഓരോ നക്ഷത്രങ്ങളും ഒരു വലിയ ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. പരിശുദ്ധ ഖുർആനിലെ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നിരവധി പരാമർശങ്ങൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഖുർആനിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നജ്മ് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില വസ്തുതകളാണ്.
ഇപ്പം നക്ഷത്രങ്ങൾ എന്നുള്ളത് പ്രപഞ്ചത്തിലുള്ള വലിയ ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. അത്രയേറെ ഊർജ്ജമാണ്, അതിശക്തമായിട്ടുള്ള രൂപത്തിലുള്ള ഊർജ്ജമാണ് ഓരോ നക്ഷത്രവും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ സർവ്വ മൂലകങ്ങളും, ഇപ്പം നമ്മൾ ഈ സ്കൂളുകൾ പഠിച്ചിട്ടുള്ള ആവർത്തന പട്ടിക, ഈ പീരിയോഡിക് ടേബിളിലുള്ള മുഴുവൻ മൂലകങ്ങളും യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഫാക്ടറികളാണ് നക്ഷത്രങ്ങൾ എന്നുള്ളത്. ഭൂമിയിലുള്ള മുഴുവൻ മൂലകങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന, ഭൂമിയിലുള്ള ജീവന്റെ ആധാരമായിട്ടുള്ള കാർബണും ഓക്സിജനും എന്ന് വേണ്ട മുഴുവൻ മൂലകങ്ങൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വലിയ കേന്ദ്രങ്ങളിൽ ഒന്ന് നക്ഷത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ തന്നെ ഇപ്പോൾ നേർക്ക് നേരെ നമ്മൾ കാണുന്ന നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമായിട്ടുള്ള സൂര്യനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പോലും നമ്മൾ നോക്കുന്ന ഒരു അത്ഭുതം. അപ്പോൾ നമ്മൾ സൂര്യനെ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന പുറമേക്കുള്ള സൂര്യൻ്റെ ഭാഗം, ആ ഭാഗത്തുള്ള ചൂട് സൂചിപ്പിക്കപ്പെടുന്നത് 6000 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അത്രയേറെ ചൂടാണ് ഏറ്റവും ഔട്ടർ സർഫസിൽ പുറത്തുള്ള ഭാഗത്തുള്ളത്. പിന്നീട് അകത്തേക്ക്, ഫോട്ടോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഈ ഭാഗം, പിന്നീട് അകത്തേക്ക് പോകുന്തോറും സൂര്യൻ്റെ ചൂട് കൂടി വരികയാണ്. അതായത് ഒരു ഉള്ളി പോലെയാണ്. നിരവധി പാളികളായിട്ടാണ് സൂര്യൻ കാണപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ പാളിയിലും വ്യത്യസ്ത ചൂട്. ഏറ്റവും പുറമേക്കുള്ള ഈ ഒരു പാളി, ഫോട്ടോസ്ഫിയർ എന്നുള്ള പാളിയുടെ കനം സൂചിപ്പിക്കുന്ന സുബ്ഹാനല്ലാഹ് 400 കിലോമീറ്ററാണ്. ഏറ്റവും പുറമേക്കുള്ള പാളിയുടെ കനം 400 കിലോമീറ്റർ. പിന്നീട് നമ്മൾ അകത്തേക്ക് പോകുന്നത്, അത്രയേറെ വലിയൊരു സാധനമാണ് ഈ സൂര്യൻ എന്നുള്ളത്. ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി മടങ്ങ് സൂര്യന് വലുപ്പമുണ്ട്. അത്രയേറെ ഭീമാകാരമായിട്ടുള്ളൊരു ഗോളാണ് സൂര്യൻ. പിന്നീട് നമ്മൾ അകത്തേക്ക് പോകുന്തോറും അതിൻ്റെ ചൂട് കൂടി വരികയാണ്. ഏറ്റവും അകത്തുള്ള അതിൻ്റെ ഇന്നർ കോറിലുള്ള ചൂട് കണക്കാക്കുന്നത് 1.5 കോടി സെൻറ്റിഗ്രേഡാണ്. സുബ്ഹാനല്ലാഹ്, അത്രയേറെ ചൂടാണ് അകത്തുള്ളത്. അപ്പോൾ സൂര്യൻ എന്നുള്ളത് നമുക്ക് വലിയ നക്ഷത്രമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗാലക്സിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സമയത്ത് സൂര്യൻ എന്നുള്ളത് ഒരു ചെറിയ നക്ഷത്രം. അതിനേക്കാൾ എത്രയോ വലിയ നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയിലുണ്ട്. 10,000-കണക്കിന്. ഇന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് അവർ വിശദീകരിക്കുന്നത് പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയിലുള്ള മണൽ തരികളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്നുള്ളതാണ് ഇന്ന് ശാസ്ത്രീയമായിട്ട് നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടൊരു വസ്തുത. അത്രയേറെ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കാനുള്ളത് കാരണം ഇത്രയേറെ പ്രത്യേകതകൾ നക്ഷത്രത്തിനുണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നക്ഷത്രത്തെ പിടിച്ചല്ല സത്യം ചെയ്യുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നക്ഷത്രത്തിൻ്റെ സ്ഥാനത്തെ പിടിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മൾ